അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. HSM സ്കോളർഷിപ്പ് 2024 റമളാനും നോമ്പുകളും എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ചോദ്യം 1. റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഉത്തരം കരിച്ചു കളയുക. 2. റമളാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം 1 തവണ, അൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ. ചോദ്യം 3. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം ഹിജ്റ 2-ാം വർഷം. 4. നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം? ഉത്തരം അള്ളാഹുവിനെ കാണൽ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്? ഉത്തരം 9 വർഷം. 6. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ രാവ് ഏതാണ്? ഉത്തരം ലൈലത്തുൽ ഖദർ. 7. ക്ഷമയുടെ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാസം ഏതാണ്? ഉത്തരം റമളാൻ മാസം. 8. ബദർ യുദ്ധം നടന്നത് എന്നാണ്? ഉത്തരം റമളാൻ 17. 9. ബദർ ദിനത്തിൽ അവതരിച്ച സൂറത്ത് ഏതാണ്? ഉത്തരം സൂറത്ത് അൻഫാൽ. 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴമായി കഴിച്ചിരുന്നതിൽ ശ്രേഷ്ഠമായി എടുത്തു പറഞ്ഞത് എന്തായിരുന്നു? ഉത്തരം ഈത്തപ്പഴം. 11. നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ്ഗ കവാടം ഏതാണ്? ഉത്തരം റയ്യാൻ. 12. തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിൽ കൊണ്ടുവന്നത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. 13. റമളാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാകുന്ന കർമ്മം? ഉത്തരം ഫിത്ർ സക്കാത്ത്. 14. നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങൾ? 2 പെരുന്നാൾ ദിനങ്ങൾ, അയ്യാമു തശ്രീഖ് അഥവാ ദുൽഹിജ്ജ മാസം 11, 12, 13 ദിവസങ്ങൾ. 15. മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ മാസം ഏതാണ്? ഉത്തരം റമളാൻ. 16. ഇസ്ലാമിക കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമളാൻ? ഉത്തരം 9-ാമത്തെ മാസം. 17. റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം ഏതാണ്? ഉത്തരം തറാവീഹ് നിസ്കാരം. 18. സഹർ എന്നാൽ എന്താണ്? ഉത്തരം അത്താഴം. 19. ഷഹർ എന്ന് ഖുർആനിൽ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? ഉത്തരം 12 തവണ. 20. അന്ത്യദിനത്തിൽ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഖുർആനും നോമ്പും. 21. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു ദിവസം റമളാനിൽ ഉണ്ട്. ഏതാണത്? ഉത്തരം ലൈലത്തുൽ ഖദർ. 22. നോമ്പിന്റെ ഫർളുകൾ എത്രയാണ്? ഉത്തരം 2. 23. ഹിജ്റ 8 റമളാൻ മാസം നടന്ന ഇസ്ലാമിലെ വലിയ സംഭവം ഏതാണ്? ഉത്തരം മക്ക വിജയം. 24. നോമ്പ് സ്ഥിരപ്പെടാൻ എത്ര പേർ മാസം കാണണം? ഉത്തരം നീതിമാനായ ഒരു വ്യക്തി. 25. റമളാൻ മാസം നോമ്പിനായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഉത്തരം ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട്. 26. തറാവീഹിന്റെ അർത്ഥം എന്താണ്? ഉത്തരം വിശ്രമം. 27. ഇസ്ലാം കാര്യത്തിൽ എത്രാമത്തതാണ് റമളാനിലെ നോമ്പ്? ഉത്തരം 4. 28. അത്താഴത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഉത്തരം അത്താഴത്തിൽ ബർക്കത്തുണ്ട്. 29. റമളാനിലെ ഫർള് നിസ്കാരങ്ങൾക്കുള്ള പുണ്യം എങ്ങനെയാണ്? ഉത്തരം 70 ഫർള് നിസ്കരിച്ച പുണ്യം. 30. റമളാനിലെ 1-ാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്താണ്? ഉത്തരം റഹ്മത്ത്. 31. റമളാനിലെ 2-ാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? ഉത്തരം മഗ്ഫിറത്ത്. 32. റമളാനിലെ 3-ാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്താണ്? ഉത്തരം നരകമോചനം. 33. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? മിസ്വാക്ക് ചെയ്യുന്നതിന്റെ വിധി? ഉത്തരം കറാഹത്താണ്. 34. ലൈലത്തുൽ ഖദർ പരാമർശിക്കുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം സൂറത്തുൽ ഖദർ. 35. ഗ്രന്ഥരൂപത്തിലാക്കിയ ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് നൽകിയതാരാണ്? ഉത്തരം 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. 36. റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എപ്പോഴാണ്? ഉത്തരം ഹിജ്റ 2-ാം വർഷം ഷഅബാനിൽ. 37. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വർഷങ്ങളിലെ റമളാൻ ലഭിച്ചിരുന്നു? ഉത്തരം 9. ഒരു വർഷം മാത്രം 30, ബാക്കി മുഴുവൻ 29. 38. ആർക്കാണ് നോമ്പ് നിർബന്ധം? ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും നോമ്പനുഷ്ഠിക്കാൻ കഴിവുമുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. 39. എല്ലാ മാസങ്ങളിലും മാസപ്പിറവി കണ്ടുപിടിക്കുന്നതിന്റെ വിധി എന്താണ്? ഉത്തരം ഫർള് കിഫായ അഥവാ സാമൂഹ്യ ബാധ്യത. 40.
റമദാൻ സ്ഥിരപ്പെടാൻ എത്ര സാക്ഷികൾ വേണം? ഉത്തരം ഒരു സാക്ഷി മതി. അല്ലാത്ത മാസങ്ങൾക്ക് 2 സാക്ഷി വേണം. 41 ഫർള് നോമ്പിന് ഉദാഹരണങ്ങൾ. ഉത്തരം റമദാൻ, നേർച്ച, കഫാറത്ത്. 42 സുന്നത്ത് നോമ്പിന് ഉദാഹരണങ്ങൾ. ഉത്തരം അറഫ നോമ്പ്, മുഹറം 9, 10, ഷവ്വാലിലെ 6 ദിവസം അഥവാ 6 നോമ്പ്. 43 ഫർള് നോമ്പിന്റെ നിയ്യത്തിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? ഉത്തരം രാത്രിയിലാവൽ, നിർണയിക്കൽ. 44 ഓരോ ദിവസത്തിനും വെവ്വേറെ നിയ്യത്ത് വേണോ? ഉത്തരം വേണം, ഓരോ ദിവസവും നിയ്യത്ത് വേണം. 45 സുന്നത്ത് നോമ്പിന് നിയ്യത്ത് രാത്രിയിലാവേണ്ടതുണ്ടോ? ഉത്തരം ഇല്ല, ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. പക്ഷേ സുബഹി മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. രാത്രിയിലാവലാണ് ഉത്തമം. 46 നിയ്യത്ത് ചെയ്തു തുടങ്ങിയ ശേഷം സുബഹിക്ക് മുമ്പായി ഉണർന്നാൽ നിയ്യത്ത് പുതുക്കൽ നിർബന്ധമുണ്ടോ? ഉത്തരം ഇല്ല, സുന്നത്താണ്. 47 നിയ്യത്ത് ചെയ്ത ശേഷം സുബഹിക്ക് മുമ്പായി നോമ്പ് വേണ്ടെന്ന് വെച്ചാൽ? ഉത്തരം ചെയ്ത നിയ്യത്ത് അസാധുവായി, വേറെ നിയ്യത്ത് അനിവാര്യമാണ്. 48 റമദാൻ നോമ്പിന്റെ ഏറ്റവും ചുരുങ്ങിയ നിയ്യത്ത് എന്താണ്? ഉത്തരം നവൈത്തു സോമ റമദാന, റമദാനിലെ നോമ്പ് ഞാൻ കരുതി. 49 ഫർള് നോമ്പിന്റെ നിയ്യത്തിലെ സുന്നത്തുകൾ എന്തൊക്കെയാണ്? ഉത്തരം അദാ ഖളാ വ്യക്തമാക്കൽ, ഫർളാണെന്ന് വ്യക്തമാക്കൽ, വർഷം നിർണയിക്കൽ, അള്ളാഹുവിനു വേണ്ടിയെന്ന് വ്യക്തമാക്കൽ. 50 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. ഉത്തരം സംയോഗം, ഇന്ദ്രിയം സ്ഖലിപ്പിക്കൽ, ഉണ്ടാക്കി ഛർദ്ദിക്കൽ, പ്രസവരക്തം പുറപ്പെടൽ, ആർത്തവം, പ്രസവം, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകൽ, ഭ്രാന്ത്, പകൽ മുഴുവൻ ബോധക്ഷയം ഉണ്ടാവൽ, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിൽ പ്രവേശിക്കൽ, മരണം. ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.